വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 2 ഭാഗമാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഖിതാബ ഇസ്ലാമിൽ അലി റളിയല്ലാഹുവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു സെഷനിൽ നമ്മൾ യൂണിറ്റ് 2 ഖിതാബ ഇസ്ലാമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയാവുന്ന സിയാദ് ബിൻ അബീഹിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉലദ ഫി സന ലൂല മിനൽ ഹിജറ 1-ാം വർഷമാണ് അവർ ജനിക്കുന്നത്. സിയാസിയുൻ അമവിയുൻ ഷഹീറുൻ ഉലിദ ഫി ത്വായിഫ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അമവി പൊളിറ്റീഷ്യനാണ്. ജനനം ത്വായിഫ് എന്ന് പറയുന്ന പ്രദേശത്താണ്. അബു മുഗീറ സിയാദ് ബിൻ സുമയ്യ. അബു മുഗീറ എന്നുള്ളത് കുനിയത്താണ്. സിയാദ് ബിൻ സുമയ്യ എന്നും പറയാറുണ്ട് ഉമ്മയിലേക്ക് ചേർത്തിയിട്ട്. അൽ മഅറൂഫ് ബി സിയാദ് ബിൻ അബി. ദാഹു മറല്ലാൻ ഖത്തീബ് അൽ മിസ്ക. ഖത്തീബുൻ മിസ്ക എന്നൊക്കെ പറയും. വളരെ നല്ല രൂപത്തെ നന്നായി ബലിയകായിട്ടൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ട് ഖത്തീബുൻ മിസ്ക എന്ന് പറയാറുണ്ട്. കാനലിൽ ഹാരിസ് ബിൻ കിൽദ സഖഫി ത്വബീബുൽ അറബ്. അറബികളുടെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടറൊക്കെ ആയിരുന്ന ഹാരിസ് എന്നവർക്കുണ്ടായിരുന്നു അമത്തുൻ ബഗീയുൻ, ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. തുദഅ സുമയ്യ എന്നായിരുന്നു വിളിക്കാറുള്ളത്. അബ്ദുൻ റൂമിന് റോമൻ അടിമയും ഉണ്ടായിരുന്നു. യുസമ്മ അബീദ് എന്നാണ് അവരെ വിളിക്കാറുള്ളത്. ഫസവ്വജൽ അബ്ദു മിനൽ അമ. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? വിവാഹം നടന്നു. വലദത്ത് സിയാദൻ എന്ത് ചെയ്തു? നമ്മുടെ സുമയ്യ സിയാദിനെ പ്രസവിച്ചു. ഫിസ്സന ലുല മിനൽ ഹിജറ 1-ാം വർഷം. അപ്പോൾ ഈ ഒരു വിവാഹ ബന്ധത്തിലാണ് ആര് ജനിക്കുന്നത്? അബു മുഗീറ സിയാദ് ജനിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. വലം യകുൻ അബൂഹു മഅറൂഫൻ ഫദഅഹു അന്നാസു സിയാദ് ബിൻ സുമയ്യ. പിതാവ് അറിയപ്പെട്ടവരായിരുന്നില്ല, അതുകൊണ്ട് തന്നെ സിയാദ് ബിൻ സുമയ്യ എന്നായിരുന്നു വിളിച്ചിരുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു? സിയാദ് ബിൻ അബീഹ് എന്ന് പറയും. എന്നാൽ സിയാദ് മകനാണ്. ആരുടെ മകൻ? അബീഹി, മൂപ്പരുടെ ഉപ്പൻ്റെ തന്നെ മകനാണ്. മൂപ്പരുടെ ഉപ്പയുടെ മകനായ സിയാദ് എന്ന രീതിയിൽ പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. ബഅദ വഫാത്തി അലി റളിയല്ലാഹു അൻഹു ഖാഫഹു മുആവിയ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം പിന്നീട് ഭരണത്തിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പേടിച്ചു. ഫദ്ദഅഹു അഖല്ലഹു, തൻ്റെ സഹോദരനായിട്ട് വാദിച്ചു. വസ്തൽഹഖഹു ബിനസബി അബീഹി, അവരുടെയും എൻ്റെയും പിതാവ് ഒന്നാണ് എന്ന രൂപത്തിൽ അവരെ ചേർത്തി പറഞ്ഞു എന്നുള്ളതാണ് ഒരു അഭിപ്രായം. വാഹിദ് മിൻ ദുഹാത്തുൽ അറബ് അല്ലേ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും തദ്ബീറുൽ ഉമൂറിന് വലിയ പാഠവുമുള്ള 4 പേരെയാണ് നമ്മൾ ദുഹാത്തുൽ അറബിൽ പരിഗണിക്കുന്നത്. ആരൊക്കെയാണ്? മുആവിയ റളിയല്ലാഹു അൻഹു, മുഗീറ, അംർ ഇബ്നുൽ ആസ്, സിയാദ് ബിൻ അബി. ഈ 4 പേരാണ് ഈ രൂപത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരാളാണ് ആര്? സിയാദ് ബിൻ അബീഹ് എന്ന് പറയുന്നവർ. അവ്വലു മൻ ജഅൽ കൂഫ വൽ ബസറ. കൂഫയിലും ബസറയിലും രണ്ടിൻ്റെയും ഭരണം ഒരേ സമയം ഏറ്റെടുത്തിട്ട് ആദ്യത്തെ ആളാണ്. വകാന വാലിയൻ അലൽ ഇറാഖിൻ്റെ മൊത്തം ഗവർണറൊക്കെ ആയിരുന്നു. ഹത്താ തൂഫിയ ബിത്താഊൻ സന 53. താഊനുമായി ബന്ധപ്പെട്ട് ഹിജറ 53 മരണപ്പെടുന്നത് വരെ. കാന യുഖീമു ഫിൽ ബസറ. ബസറയിലായിരുന്നു ഉണ്ടായിരുന്നത് 6 അശ്ഹുർ, 6 മാസം. വഫിൽ കൂഫ മിസ്ലിഹ. കൂഫയിലും അതുപോലെ 6 മാസം ഉണ്ടാവാറുണ്ടായിരുന്നു. ഹും അവ്വലു മൻ അലനൽ ഹുക്മൽ ഉർഫി. മാർഷ്യൽ ലോക്ക് ആദ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ഫിൽ ഇസ്ലാമിക ലോകത്ത്. ബി ഖുത്ബത്തിഹിൽ മഅറൂഫ ബിൽ ബുത്തറ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു പ്രഭാഷണമുണ്ട്, ഖുത്ബത്തുൽ ബത്തറ എന്ന് പറയുന്നത് അല്ലേ. ഹന്തും ഇതൊന്നും തുടങ്ങാതെ നടത്തിയിട്ടുള്ള പ്രഭാഷണം കൊണ്ടാണ് അത് ഖുത്ബത്തുൽ ബത്തറ എന്നറിയപ്പെടുന്നത്. വഹിയല്ലത്തി ഖതബഹ ഹീന ഖദിമൽ ബസറ വാലിയൻ മിൻ ഖിബലി മുആവിയ റളിയല്ലാഹു അൻഹു സന 45. എപ്പോഴാണ് ഈ ബത്തറ എന്ന് പറയുന്നത് നടക്കുന്നത്? ഹിജറ 45 മുആവിയ റളിയല്ലാഹുവിൻ്റെ പ്രതിനിധിയായിട്ട് ബസറയുടെ ഗവർണറായി അവരോധിക്കപ്പെടുകയും അവിടെ വെച്ച് നടത്തിയ പ്രഭാഷണം, ആ പ്രഭാഷണമാണ് ഖുത്ബത്തുൽ ബത്തറ എന്നെന്തായിട്ടുള്ളത് അറിയപ്പെട്ടിട്ടുള്ളത്. ഇസ്തക്തബഹു അബൂ മൂസൽ അശ്അരി വാലിൽ ബസർ മിൻ ഖിബലി ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിൻ്റെ ആ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അബൂ മൂസൽ അശ്അരി അവരെ കാത്തിബായി നിശ്ചയിച്ചിട്ടുണ്ട്. അന്ന് മൂസൽ അശ്അരി എന്തായിരുന്നു? ബസറയുടെ ഗവർണറായിരുന്നു അബൂ മൂസൽ അശ്അരി. ഫതജല്ലാ നുബൂവഹു വദഹറ ഹിദ്ഖഹു. ആ സമയത്ത് അബൂ മൂസൽ അശ്അരി സിയാദിൻ്റെ പാഠവം എന്താക്കിയിട്ടുണ്ട്? കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അസലഹു ഉമർ അൻ അമലി. ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തു? ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. ലാ ലി ഖിയാനത്തിൻ വലാ ലി അജ്സിൻ. കഴിവില്ലായ്മ കൊണ്ടോ വഞ്ചന നടത്തിയത് കൊണ്ടോ ഒന്നുമല്ല. വഇന്നമാ കരിഹ അൻ യഹ്മില അലൻ നാസി ഫദ്ലു അഖ്ലി. അത്രയും ബുദ്ധിശക്തി കൂടി എന്നുള്ള ഒരു കാരണം കൊണ്ട് എന്തായതാണ്? മാറ്റി നിർത്തിയതാണ്. ഖാല ഷുഐബ് പറയുന്നുണ്ട്, മാ സമയത്ത് മുത്തക്കല്ലിമൻ അല മിമ്പർ ഖത്തു. മിമ്പറിൽ കയറിയിട്ടുള്ള ഒരു പ്രഭാഷകനെയും ഞാൻ കേട്ടിട്ടേയില്ല. തകല്ലമ ഫ അഹ്സന. അവരെ നന്നായിട്ട് പ്രഭാഷണം നടത്തുന്നുണ്ട്. പീഠത്തിൽ കയറി മനോഹരമായ പ്രഭാഷണം നടത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരാളെ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇല്ല അഹബബ്തു അൻ യസ്കുത.
മൂപ്പര് നിർത്തിയാൽ കൊള്ളാം, സ്വരം നന്നായാൽ പാട്ട് നിർത്തണം എന്നാണല്ലോ. അപ്പോൾ അദ്ദേഹം ഒന്ന് നിർത്തിയാൽ കൊള്ളാം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടല്ല, അത് ഞാൻ കേട്ടിട്ടില്ല. എന്താ ഞാൻ അങ്ങനെ അവരൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന് പറയാനുള്ള കാരണം എന്താ? ഹൗഫന്നെ യൂസ് ചെയ്യുക, ഇനിയിപ്പോൾ കൊളാക്കുമോ, തെറ്റിച്ചോ, മോശമാക്കുമോ എന്നൊരു പേടിയുള്ളത് കൊണ്ടാണ്. ഇല്ല സിയാദ് ആണ് ആ പ്രഭാഷകനെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ആശങ്കയേ ഇല്ല. എന്താ കാരണം? ഫൈനഹു കുല്ലമാ അക്സറ കാൻ അജ്വദ കലാമൻ. മൂപ്പർ എപ്പോഴാണോ സംസാരം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നത് അപ്പോഴെല്ലാം അദ്ദേഹം ഏറ്റവും ഉഷാറായിട്ട് പ്രഭാഷണം നടത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ കുറേ പറയുമ്പോൾ എന്ത് ചെയ്യും? എനിക്ക് പേടി, ഇനിയിപ്പോൾ ദരേ ഉഷാറ്, ഇനിയിപ്പോൾ കൊളാക്കിയിട്ട് ഒരു മോശമായി പോവോ. എന്നാൽ സിയാദിൻ്റെ വിഷയത്തിൽ എനിക്ക് അങ്ങനെ ഒരു ആശങ്കയെ ഉണ്ടായിരുന്നില്ല എന്ന് ഷുഐബ് പറയുന്നുണ്ട്. ഖാല അംർ ഇബ്നുൽ ആസ് പറയാണ്, ലില്ലാഹി ദുർഹാദുലൂല, ഇദ്ദേഹം എന്തൊരു കുട്ടിയാണ്. ലൗ കാന അബൂഹു മിൻ ഖുറൈശ്, പിതാവെങ്ങാനും ഖുറൈശിയായിരുന്നുവെങ്കിൽ ലസാഖൽ അറബ ബിയസ, തൻ്റെ വടി കൊണ്ട് അറബികളെ നയിച്ചേനെ. അത്രയും പവർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ദുഹാത്തുൽ അറബിലൊക്കെ പരിഗണിക്കപ്പെട്ട ആളാണെന്ന് പറഞ്ഞല്ലോ. വല്ലാഹു മുആവിയ അൽ ബസറ സന 45 ബസറയുടെ അധികാരിയായി നിശ്ചയിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഖുത്ബത്തുൽ ബത്തറ പറയുന്ന സമയത്ത് 45 ബസറയുടെ ഗവർണറായിട്ട് നിയോഗിക്കപ്പെട്ട സമയത്താണ് നടത്തിയത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബസറയിൽ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. വലമ്മാ തൂഫിയൽ മുഗീറ ബിൻ ശുഅബ, മുഗീറ മരണപ്പെട്ട സമയത്താണ് നിയോഗം വന്നിട്ടുള്ളത്. എന്ത്? താവൂന് ബാധിച്ച് കൂഫയുടെ ഗവർണറായിരുന്ന മുഗീറ മരണപ്പെട്ട സമയത്താണിത്. വലമ്മ മുആവിയ അൽ കൂഫയും കൂടി എന്ത് ചെയ്തു? അവർക്ക് കൊടുത്തു. ആ സമയത്ത് നല്ല കേട്ടോ, 45 ബസറയുടെ ഗവർണറായി. 50 എന്ത് ചെയ്തു? മുഗീറ ഭരിച്ചപ്പോൾ ബസറ ഓൾറെഡി ഉണ്ട്, അതിലേക്ക് കൂഫയെ കൂടി എന്ത് ചെയ്തു? ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 50 എന്താകുന്നത്? ബസറ ഏറ്റെടുക്കുന്നത്, കൂഫ ഏറ്റെടുക്കുന്നത്. 45 തന്നെ ബസറ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം അവ്വല പഞ്ചമൽ കൂഫ വൽ ബസറ, കൂഫയും ബസറയും കൂടി സമന്വയിപ്പിച്ച് ഭരണം നടത്തിയിട്ടുള്ള ആളാണ്. അസ്ലമ സിയാദ് ബിൻ അബി ഫി അഹദി അബീ ബക്കർ റളിയല്ലാഹു കാലത്ത് എന്തായിട്ടുണ്ട്? അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവ്വലമൻ അല്ലഫ കിതാബൻ ഫിൽ മസാലിബ് എന്ന് പറഞ്ഞാൽ ഐബുകളാണ്, മനുഷ്യ ന്യൂനതകൾ. അതിലൊക്കെ ആദ്യമായി രചന നടത്തിയിട്ടുള്ളവരാണ്. അമിൻ ഖുത്ബത്തിഹി ഫഇന്ന ജഹാലത്തൽ ജഹല വല്ലലാലത്തൽ അമ്യ വൽഗയ്യൽ മുവഫ ബിഹലിഹി അലിന്നാർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമുണ്ട്. ഫഇന്നൽ ജഹാലത്തൽ ജഹല എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക, ഓക്കെ, ആളുകളുടെ ന്യൂനതയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ള ആളാണല്ലോ. ഓക്കെ, കിതാബ് എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഈ ശകലം കണ്ടാൽ അതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് കണ്ടാൽ ആരാന്ന് മനസ്സിലാക്കുക? സിയാദാണെന്ന് മനസ്സിലാക്കുക. അയ്യുഹന്നാസ് ഇന്നാ ഖദ് അസ്ബഹനാ ലക്കും സാസ വഅൻകും ഗാദ നുസവ്വിസുക്കും ബിസുൽത്താനില്ലാഹി അല്ലദീ അഅതാന. അല്ലേ, നമ്മൾ നിങ്ങൾക്ക് അഭയം നൽകേണ്ടവരാണ്, നിങ്ങളുടെ തലപ്പത്തുള്ളവരാണ്. നിങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു നൽകിയ അധികാരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെ ഭരിക്കും, നിങ്ങൾക്ക് നേതൃത്വം നൽകും. നുസവ്വിസുലെ സാസ എന്നുള്ളതിന് കണക്റ്റഡ് ആണ്. അമിൻ ഖുത്ബത്തിഹി, അവരുടെ പ്രഭാഷണമാണ്. അയ്യുഹന്നാസ് ഇദ്ഫഉൽ ബലാഅ മൻ ദഫഅ അൻകും വറഗബു ഇലല്ലാഹി ഫീ ദവാമിൽ ആഫിയതി ലക്കും. ഒക്കെ നല്ല ആശയങ്ങളുള്ള രീതിയിൽ പറയണം. കാനമിൻ നബിൽ അഹ്ലാം അൽ വാഫിറ വൽ അദ്ഹാൻ അൽ ഹാദിറ വൽ ലിസാൻ അൽ ഫതീഖ്, മൂർച്ചയുള്ള നാവും നല്ല എപ്പോഴും പ്രസൻസ് ഉള്ള മനസ്സും വലിയ സഹനം ബുദ്ധിയൊക്കെയുള്ള ആളായിരുന്നു ആര്? നമ്മുടെ സിയാദ് ബിൻ അബീഹ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് 2 ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം റസായിലാണ്. അത് കഴിഞ്ഞാൽ കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഖിതാബ ഇസ്ലാമിയയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ട ഒരാൾ എന്ന് പറയുന്നത് സിയാദാണ്. പിന്നീട് ഹജ്ജാജാണ് വരുന്നത്. അപ്പോൾ സിയാദാണ് ഏറ്റവും കൂടുതൽ അതിൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ട ഒരാളെന്ന് പറയുന്നത്. പലപ്പോഴും പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് സിയാദ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിയാദിനെ കുറിച്ചിട്ട് നമുക്കൊരു സെഷനിൽ പറയാനുള്ളത്. അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.